ഇന്നത്തെ ക്ലാസ്സിൽ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററായ രാഷ്ട്രീയ സിദ്ധാന്തമാണ് പറയുന്നത്. രാഷ്ട്രതന്ത്രശാസ്ത്രം രാഷ്ട്രീയ വിഷയങ്ങളെ കൂടുതൽ സമഗ്രമായ വിശകലനത്തിനും പഠനത്തിനും വിധേയമാക്കുന്നതാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രമെന്ന് അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിൻ്റെ പ്രസിദ്ധമായ കൃതി പൊളിറ്റിക്സ് ആണ്. നഗരരാഷ്ട്രം എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, പൊതുഭരണം, താരതമ്യ രാഷ്ട്രീയം, അന്തർദേശീയ രാഷ്ട്രീയം തുടങ്ങിയവയാണ്. രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം തുടങ്ങിയവയാണ്. പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ്, സോവറിനിറ്റി. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് എന്ന് പറഞ്ഞത് പ്ലാറ്റോ ആണ്. നിക്കോളോ മാക്കിയവെല്ലിൻ്റെ ഒരു കോട്സ് ഉണ്ട്. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് നിക്കോളോ മാക്കിയവെല്ലി. അടുത്തത് ജനങ്ങൾ. രാഷ്ട്രരൂപീകരണത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ജനങ്ങൾ. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് പരസ്പര ധാരണ, പരസ്പര ആശ്രിതത്വം, പൊതു താൽപ്പര്യം തുടങ്ങിയവയാണ്. രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും. അടുത്തത് ഭൂപ്രദേശം. രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കേണ്ട മേഖലയാണ് ഭൂപ്രദേശം. ഒരു രാഷ്ട്രത്തിൽ ഭൂപ്രദേശത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകത കൃത്യമായ അതിർത്തികളോട് കൂടിയതാവണം എന്നുള്ളതാണ്. അതിർത്തികളിൽ വരുന്ന കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേരുന്നതാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത്. രാഷ്ട്രരൂപീകരണത്തെ ബാധിക്കാത്ത ഘടകമാണ് ഭൂപ്രദേശത്തിൻ്റെ വലിപ്പം. ഗവൺമെൻറ്റാണ് അടുത്തതായിട്ട്. രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുമായ രാഷ്ട്രത്തിൻ്റെ ഘടകം ഗവൺമെൻറ്റാണ്. രാഷ്ട്രത്തിനു വേണ്ടി ഗവൺമെൻറ് നിർവഹിക്കേണ്ട ചുമതലകൾ അടുത്തതായിട്ട് പറയുന്നത് ക്രമസമാധാനം ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക, രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക, നിയമങ്ങൾ നടപ്പിലാക്കുക, നീതി ഉറപ്പാക്കുക തുടങ്ങിയവയാണ്. അടുത്തത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വിവിധ തരം ഗവൺമെൻറ്റുകളാണ് പറയുന്നത്. രാജ്യഭരണം, സൈനിക ഭരണം, പട്ടാള ഭരണം, ജനാധിപത്യ ഭരണം, സുൽത്താൻ ഭരണം തുടങ്ങിയവയാണ്. അടുത്തത് പരമാധികാരം. ബാഹ്യ നിയന്ത്രണങ്ങളില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പരമാധികാരമാണ്. ജനങ്ങളും ഭൂപ്രദേശവും ഗവൺമെൻറ്റും ഉണ്ടായാലും രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നില്ല. ഒരു രാഷ്ട്രം നിലനിൽക്കാൻ ആവശ്യമായ ഘടകമാണ് പരമാധികാരം. പരമാധികാരത്തിന് 2 തലങ്ങളാണ് അടുത്തതായിട്ട്. ബാഹ്യതലം, ആഭ്യന്തര തലം എന്നിവയാണ്. അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം ബാഹ്യതലമാണ്. ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം ആഭ്യന്തര തലമാണ്. രാഷ്ട്രത്തിൻ്റെ സമ്പൂർണവും അവിഭാവവുമായ അധികാരമാണ് പരമാധികാരം. പരമാധികാരം വിഭജിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടും. അടുത്ത ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാര വിഭജനത്തിന് ഉദാഹരണം ദക്ഷിണ സുഡാനാണ്. പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സൃഷ്ടിക്കപ്പെടുന്ന നടപ്പാക്കുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ചുമതലകളാണ് അടുത്തായിട്ട്. പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നത് രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതലയായി കണക്കാക്കിയ ഗ്രീക്ക് ചിന്തകന്മാരാണ് അടുത്തായിട്ട്. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ. നിർബന്ധിതമായ ചുമതല ഒബ്ലിഗേറ്ററി ഫംഗ്ഷനും വിവേചനപരമായ ചുമതല ഡിസ്ക്രിഷണറി ഫംഗ്ഷനുമാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത്.
അടുത്തത് രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ടതും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതുമായ ചുമതലകളാണ് നിർബന്ധിതമായ ചുമതല. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളാണ് വിവേചനപരമായ ചുമതല. നിർബന്ധിതമായ ചുമതലകളാണ് അടുത്തായിട്ട് പറയുന്നത് അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ തുടങ്ങിയവയാണ്. വിവേചനപരമായ ചുമതലകൾ ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക തുടങ്ങിയവയാണ്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ് അടുത്തായിട്ട്. ദൈവദത്ത സിദ്ധാന്തം ഒന്നാമത്തത്. രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ്. രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. അടുത്ത പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടു. സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം അടുത്തത്. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. അടുത്ത ശക്തി സിദ്ധാന്തം. ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അടുത്ത രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായതാണ് പരിണാമ സിദ്ധാന്തം. പൊതുവായ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്ന രാഷ്ട്രമാണ് ദേശരാഷ്ട്രം. രാഷ്ട്രീയ സിദ്ധാന്തം രാഷ്ട്രീയ കാര്യങ്ങളിൽ നമ്മുടെ അനുഭവങ്ങളും ആശയങ്ങളും എന്തെന്ന് പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവയെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ആശയങ്ങളും സമീപനങ്ങളും കൂടുതൽ ഉദാരമാക്കാൻ കഴിയും. ഭരണഘടനകൾ, ഗവൺമെൻറ്, സാമൂഹിക ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകിയ ആശയങ്ങളെയും തത്വങ്ങളെയും വ്യവസ്ഥാപിതമായി രാഷ്ട്രീയ സിദ്ധാന്തം പഠന വിധേയമാക്കുന്നു. സമത്വത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും അതുവഴി നമ്മുടെ അഭിപ്രായങ്ങളെ നവീകരിച്ചുകൊണ്ട് പൊതുനന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ കൂടുതൽ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാനും രാഷ്ട്രീയ സിദ്ധാന്തം സഹായിക്കുന്നു. അടുത്തത് ജെറമി ബന്താം. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുകയാണ് എന്ന് പറയുന്നത് ജെറമി ബന്താമാണ്. അടുത്ത രാഷ്ട്രീയ സിദ്ധാന്തം ഒരു ആമുഖമാണ്. രാഷ്ട്രീയ സിദ്ധാന്തം രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിത്തറയായിട്ടുള്ള സ്വാതന്ത്ര്യം, നീതി, സമത്വം തുടങ്ങിയ മൂല്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ചിന്തകൾക്ക് രൂപം നൽകുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ ഇടപഴകുന്ന വിദ്യാലയം, കച്ചവട സ്ഥാപനങ്ങൾ, ബസ്, തീവണ്ടി, സർക്കാർ ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ എത്രത്തോളം സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ടെന്നുള്ളതും രാഷ്ട്രീയ സിദ്ധാന്തം പരിശോധിക്കുന്നു. നിലവിലുള്ള നിർവചനങ്ങൾ പര്യാപ്തമാണോ എന്നും അതുപോലുള്ള നിലവിലുള്ള സ്ഥാപനങ്ങളെയും നയരൂപീകരണ പ്രക്രിയകളെയും ജനാധിപത്യപരമായി എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും രാഷ്ട്രീയ സിദ്ധാന്തം പരിഗണിക്കുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കാനും നമ്മുടെ കാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്താനും പൗരനു പരിശീലനം നൽകുക എന്നത് രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ലക്ഷ്യമാണ്. രാഷ്ട്രീയം നമ്മളെ ഒരു സർപ്പത്തെ പോലെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അതുമായി ഏറ്റുമുട്ടുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംഘാടനമോ കൂട്ടായ തീരുമാനമെടുക്കലോ ഇല്ലാതെ ഒരു സമൂഹത്തിനും നിലനിൽക്കാനാവില്ല. കുടുംബം, ഗോത്രങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയവ ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതിന് ഉയർന്നു വരികയുണ്ടായി. ഒരുമിച്ചു ജീവിക്കാനും പരസ്പരമുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അറിയാനും ഇത്തരം സ്ഥാപനങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഇത്തരം സ്ഥാപനങ്ങളിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ്. സാമ്പത്തിക, വിദ്യാഭ്യാസ, വിദേശ നയങ്ങൾ തുടങ്ങിയ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ രീതികളിൽ ജനങ്ങളെ ബാധിക്കാറുണ്ട്. ജനജീവിതം മെച്ചപ്പെടുത്താൻ ഈ നയങ്ങൾ തീർച്ചയായും സഹായകരമായിരിക്കും. എന്നാൽ കാര്യപ്രാപ്തിയില്ലാത്തതും അഴിമതിയിൽ മുങ്ങിയതുമായ ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോട് വിയോജിച്ചു തോന്നുന്ന അവസരങ്ങളിൽ നാം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കൗടില്യൻ, അരിസ്റ്റോട്ടിൽ, ജീൻ ജാക്വസ് റൂസോ, കാറൽ മാർക്സ്, മഹാത്മാഗാന്ധി, അംബേദ്കർ തുടങ്ങിയവരുടെ കാലം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിത്തറയിലാണ് രാഷ്ട്രീയ ആശയങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ആധുനിക കാലത്ത് സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ മൗലിക അവകാശമാണെന്ന് ആദ്യം വാദിച്ചത് റൂസോ ആണ്.
ജനങ്ങളെയും നയരൂപീകരണത്തെയും സ്വാധീനിക്കുന്ന ആശയങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് ജനപ്രതിനിധികൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. മഹാത്മാഗാന്ധി യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അഥവാ സ്വരാജിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിൽ പറയുന്നു. പട്ടികജാതിക്കാരെ ന്യൂനപക്ഷമായി പരിഗണിക്കണമെന്നും അവർക്ക് പ്രത്യേക പരിരക്ഷ നൽകണമെന്നും അംബേദ്കർ വാദിച്ചിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്നു. അവകാശങ്ങളെക്കുറിച്ചുള്ള ഭരണഘടനയിലെ അധ്യായത്തിൽ എല്ലാ തരത്തിലുള്ള തൊട്ടുകൂടായ്മയെയും നിരോധിക്കുന്നു. ഗാന്ധിയൻ ആശയങ്ങളെയും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത്, ജനങ്ങൾക്ക് തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടെങ്കിലും ജാതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ പുതിയ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കോടതി വ്യാഖ്യാനത്തിലൂടെയും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയതീരുമാനങ്ങളിലൂടെയും ഭേദഗതികൾക്ക് വിധേയമാകുന്നു. അടുത്തത്, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന ആശയം, ദ ഐഡിയൽ ഓഫ് ഫ്രീഡം, 20-ാം നൂറ്റാണ്ടിലെ മഹാരഥന്മാരിൽ ഒരാളായിരുന്ന നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്നുള്ളത്, ലോങ് വാക്ക് ടു ഫ്രീഡം. ആങ് സാൻ സൂക്കി സ്വാതന്ത്ര്യത്തെ തൻ്റെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന തൻ്റെ ലേഖന സമാഹാരത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെന്നും ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്കും അന്തസ്സായ ഒരു മനുഷ്യജീവിതം സാധ്യമല്ലെന്നും ആങ് സാൻ സൂക്കി അഭിപ്രായപ്പെട്ടു. അടുത്ത സ്വരാജാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തയിൽ സ്വാതന്ത്ര്യം എന്ന ആശയത്തിന് സമാനമായ ഒരു സങ്കല്പമാണ് സ്വരാജ്. മാന്യമായ ഒരു മനുഷ്യജീവിതത്തിന് ഭയപ്പാടുകളെ അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആങ് സാൻ സൂക്കിയാണ്. സ്വാതന്ത്ര്യം എന്ന ആശയം. അടുത്തത്, സ്വാതന്ത്ര്യം എന്ന ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരം നിയന്ത്രണങ്ങളുടെ അഭാവമാണ്. ഒരു വ്യക്തിയുടെ മേൽ ബാഹ്യമായ നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടു തലങ്ങളായ ബാഹ്യമായ നിയന്ത്രണങ്ങളുടെ അഭാവവും ജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുവാനുള്ള സാഹചര്യവും പ്രധാനപ്പെട്ടതാണ്. സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ കഴിവിനെ പരിമിതപ്പെടുത്തുന്ന സാമൂഹ്യ നിയന്ത്രണങ്ങളെ ലഘൂകരിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ് സ്വതന്ത്രനായിരിക്കുക എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അടുത്ത, നിയന്ത്രണങ്ങളുടെ ഉറവിടങ്ങൾ. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള നിയന്ത്രണങ്ങൾ മേധാവിത്വത്തിൽ നിന്നോ ബാഹ്യ നിയന്ത്രണങ്ങളിൽ നിന്നോ രൂപപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിനുമേലുള്ള നിയന്ത്രണങ്ങൾ ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചോ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ മുഖേനയോ നടപ്പിലാക്കാവുന്നതാണ്. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ അസമത്വങ്ങൾ, ഒരു സമൂഹത്തിലെ കടുത്ത സാമ്പത്തിക അസമത്വം എന്നിവയുടെ ഫലമായി സ്വാതന്ത്ര്യത്തിനുള്ള നിയന്ത്രണങ്ങൾ ഉയർന്നുവരാം. അടുത്തത്, നിഷേധാത്മക സ്വാതന്ത്ര്യവും ക്രിയാത്മക സ്വാതന്ത്ര്യവും. ബാഹ്യ നിയന്ത്രണങ്ങളുടെ അഭാവത്തിലുള്ള സ്വാതന്ത്ര്യം, വ്യക്തിത്വ വികസനത്തിനുള്ള അവസരങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നീ സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ട് തലങ്ങളെ രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ യഥാക്രമം നിഷേധാത്മക സ്വാതന്ത്ര്യമെന്നും ക്രിയാത്മക സ്വാതന്ത്ര്യമെന്നും പറയുന്നു. നിഷേധാത്മക സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കൾ വാദിക്കുന്നത് അലംഘനീയവും ഇടപെടലുകളുമില്ലാത്ത ഒരു മേഖല ഓരോ വ്യക്തിക്കും ആവശ്യമാണെന്നാണ്. സമൂഹത്തിൻ്റെ സ്ഥിരത പരിഗണിച്ചുകൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ ഈ മേഖല വികസിപ്പിക്കുവാനാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്. ക്രിയാത്മക സ്വാതന്ത്ര്യം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം എന്ന ആശയം വിശദീകരിക്കുന്നതിനാണ്. നിഷേധാത്മക സ്വാതന്ത്ര്യവും ക്രിയാത്മക സ്വാതന്ത്ര്യവും ഒത്തുപോവുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ തങ്ങളുടെ ഭരണത്തെ ന്യായീകരിക്കുവാൻ ക്രിയാത്മക സ്വാതന്ത്ര്യത്തിൻ്റെ വാദങ്ങളെ ഉപയോഗപ്പെടുത്താറുണ്ട്. അടുത്തത്, ആവിഷ്കാര സ്വാതന്ത്ര്യം. 19-ാം നൂറ്റാണ്ടിലെ ഒരു രാഷ്ട്രീയ ചിന്തകനും പ്രവർത്തകനുമായിരുന്നു ബ്രിട്ടനിലെ ജോൺ സ്റ്റുവർട്ട് മിൽ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്താ സ്വാതന്ത്ര്യവും ചർച്ചാ സ്വാതന്ത്ര്യവും ഉൾപ്പെടെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓൺ ലിബർട്ടി എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ചിലരുടെ ആശയങ്ങൾ വിവാദപരമോ വഴിതെറ്റിക്കുന്നതോ ആണെങ്കിൽ പോലും അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ടതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു.
ഒബ്രമേനോൻ എഴുതിയ രാമായണ റീടോൾഡ് എന്ന പുസ്തകവും സൽമാൻ റുഷ്ദിയുടെ സാത്താൻ്റെ വചനങ്ങൾ എന്ന നോവലും സമൂഹത്തിലെ ചില ആളുകളുടെ ശക്തമായ എതിർപ്പു മൂലം നിരോധിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ അന്ത്യ പ്രലോഭനം എന്ന സിനിമയും ഞാൻ നാഥുറാം ഗോഡ്സെ സംസാരിക്കുന്നു എന്ന നാടകവും പ്രതിഷേധം കാരണം നിരോധിച്ചു. അടുത്തത് സമത്വം. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യമായ ആദരവും പരിഗണനയും അവസരങ്ങളും ലഭിക്കണമെന്നുമുള്ള ആശയത്തെയാണ് സമത്വമെന്ന് പറയുന്നത്. ജാതി, മതം, വർഗം, സമ്പത്ത്, ദേശം എന്നിവയുടെ പേരിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല. അടുത്ത രാഷ്ട്രീയ സമത്വം. സ്വയം വികസനത്തിനും രാഷ്ട്രീയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പൗരന്മാരെ പ്രാപ്തരാക്കുന്നതിന് അനിവാര്യമാണെന്ന് കരുതപ്പെടുന്നവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ. വോട്ട് ചെയ്യാനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, പൊതുപദവികൾ വഹിക്കുന്നതിനുള്ള അവകാശം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് സാമൂഹിക സമത്വം. സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി ലഭിക്കുന്ന അവസ്ഥയെയാണ് സാമൂഹിക സമത്വം എന്ന് പറയുന്നത്. അവസര സമത്വമാണ് സാമൂഹിക സമത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. ജാതി, മതം, വർഗം, നിറം, സ്വത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർക്കും പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. അടുത്തത് സാമ്പത്തിക സമത്വം. സാമ്പത്തിക വിഭവങ്ങൾ ചുരുക്കം ചിലരിൽ കേന്ദ്രീകരിക്കപ്പെടരുത് എന്നതാണ് സാമ്പത്തിക സമത്വത്തിൻ്റെ ലക്ഷ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമിക്കാനുള്ള അവകാശം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, അർഹമായ കൂലി കിട്ടാനുള്ള അവകാശം എന്നിവയെല്ലാം സാമ്പത്തിക സമത്വത്തിൽ ഉൾപ്പെടുന്നു. അടുത്ത സമത്വം വളർത്തിയെടുക്കാനുള്ള വിവിധ മാർഗങ്ങൾ. ഔപചാരിക സമത്വം സ്ഥാപിക്കാൻ നിയമം മൂലം എല്ലാ അസമത്വങ്ങളും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളും സമത്വം എന്ന തത്വം ഔപചാരികമായി അംഗീകരിക്കുകയും ജാതി, വർഗ, മതലിംഗ പരിഗണനകളില്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യ പരിഗണന നൽകുകയും ചെയ്യുന്നു. വ്യത്യസ്ത പരിഗണനയിലൂടെയുള്ള സമത്വം. അടുത്തത് ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തുമ്പോഴും ചില സാഹചര്യങ്ങളിൽ വ്യത്യസ്ത പരിഗണനകൾ നൽകേണ്ടതുണ്ട്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് പ്രത്യേകം സംരക്ഷണം നൽകുന്നതിലൂടെ മാത്രമേ തുല്യത കൈവരിക്കാൻ സാധിക്കൂ. ഇങ്ങനെയാണ് വ്യത്യസ്ത പരിഗണന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ സംവരണ നയം ഇതിന് ഉദാഹരണമാണ്. അടുത്ത ആഗോള അസമത്വത്തെ സംബന്ധിച്ച വസ്തുതകൾ. ലോകത്തിലെ ഏറ്റവും ദരിദ്രരായ 40 കോടി ജനങ്ങളുടെ ആകെ വരുമാനത്തേക്കാൾ കൂടുതലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ 50 പേരുടെ മൊത്ത വരുമാനം. ലോക ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായ 40% ആഗോള വരുമാനത്തിൻ്റെ 5% മാത്രം ലഭിക്കുമ്പോൾ ലോക ജനസംഖ്യയിലെ ഏറ്റവും സമ്പന്നരായ 10% പേര് ആഗോള വരുമാനത്തിൻ്റെ 54% നിയന്ത്രിക്കുന്നു. ലോക ജനസംഖ്യയുടെ 25%മുള്ള ഒന്നാം ലോകം പ്രധാനമായും ഉത്തര അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പും ഉൾപ്പെടുന്ന വികസിത വ്യാവസായികവൽകൃത രാഷ്ട്രങ്ങൾ. ലോകത്തിലെ വ്യവസായങ്ങളുടെ 36% ഉടമസ്ഥരും ലോകത്തിലെ ഊർജത്തിൻ്റെ 80% ഉപഭോക്താക്കളുമാണ്. ആളോഹരി അടിസ്ഥാനത്തിൽ നോക്കിയാൽ വികസിത വ്യവസായവൽകൃത രാജ്യങ്ങളിലെ ഒരു വ്യക്തി ഇന്ത്യയെ പോലെയും ചൈനയെ പോലെയുമുള്ള വികസ്വര രാഷ്ട്രങ്ങളിലെ ഒരാൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറഞ്ഞത് 3 ഇരട്ടി വെള്ളവും 10 ഇരട്ടി ഊർജവും 13 ഇരട്ടി ഇരുമ്പുരുക്കും 14 ഇരട്ടി കടലാസും ഉപയോഗിക്കുന്നു. നൈജീരിയയിൽ ഗർഭസംബന്ധമായ കാരണങ്ങളാലുള്ള മരണനിരക്ക് 18-ൽ 1 ആണെങ്കിൽ കാനഡയിൽ ഇത് 8700-ൽ 1 പെട്രോൾ, കൽക്കരി മുതലായവ എരിയുന്നതിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ ആഗോള തലത്തിലുള്ള പുറന്തള്ളലിൻ്റെ 2 ഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം ഒന്നാം ലോകത്തിലെ വ്യവസായവൽകൃത രാജ്യങ്ങളുടേതാണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന സൾഫറിൻ്റെയും നൈട്രജൻ ഡയോക്സൈഡിൻ്റെയും പുറന്തള്ളലിൻ്റെ 3 ഭാഗത്തിൻ്റെയും ഉത്തരവാദിത്വവും ഇവർക്കു തന്നെ. മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ ഉയർന്ന നിരക്കുള്ള പല വ്യവസായശാലകളും വികസിത രാജ്യങ്ങളിൽ നിന്ന് അല്പവികസിത രാജ്യങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുന്നു. ഉറവിടം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2005 UNDP ആണ്. അടുത്തത് അനുകൂലാത്മക നടപടി. നിയമം മുഖേന സമത്വം സ്ഥാപിക്കാമെങ്കിലും സമൂഹത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള അസമത്വങ്ങൾ തുടച്ചുമാറ്റാൻ ചില ക്രിയാത്മക നടപടികൾ ആവശ്യമാണ്. ഇതിനെയാണ് അനുകൂലാത്മക നടപടികൾ എന്ന് പറയുന്നത്. പിന്നോക്ക വിഭാഗക്കാർക്ക് നൽകുന്ന സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, തൊഴിലുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നൽകുന്ന പ്രത്യേക പരിഗണന എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സോഷ്യലിസം.
മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് എതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നിലവിലുള്ള അസമത്വങ്ങളെ എങ്ങനെ കുറയ്ക്കാമെന്നും വിഭവങ്ങളെ എങ്ങനെ നീതിപൂർവമായി വിതരണം ചെയ്യാമെന്നുമുള്ളതുമാണ് സോഷ്യലിസത്തിൻ്റെ പ്രധാന ചിന്തകൾ. സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ കമ്പോള വ്യവസ്ഥയ്ക്ക് പൂർണ്ണമായും എതിരില്ലെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പ്രഥമ പരിഗണന അർഹിക്കുന്ന മേഖലകളിൽ ഗവൺമെൻറ്റിൻ്റെ ചില നിയന്ത്രണങ്ങളും ആസൂത്രണവും ആവശ്യമാണെന്നിവർ പ്രതിപാദിക്കുന്നു. അടുത്ത സാമൂഹിക നീതി. ഓരോ വ്യക്തിക്കും നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്നതിനുള്ള അവസരവും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിൽ നിന്നുള്ള സംരക്ഷണവുമാണ് നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ വ്യക്തിക്കും അവർ അർഹിക്കുന്നത് നൽകുക എന്നതാണ് നീതിയുടെ ഒരു പ്രധാന ആശയം. എല്ലാവരുടെയും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് നീതി കുടികൊള്ളുന്നത്. തിന്മ ചെയ്യുന്നവരെ ശിക്ഷിച്ചുകൊണ്ടും നന്മ ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകിയും രാജാവ് നീതി നടപ്പിലാക്കണമെന്ന് അഭിപ്രായപ്പെടുന്നത് കൺഫ്യൂഷ്യസ് ആണ്. തുല്യരോട് തുല്യ പരിഗണന. അടുത്തത്, മനുഷ്യരെന്ന നിലയിൽ എല്ലാവരും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനകളും അർഹിക്കുന്നു. ആയതിനാൽ പൗരാവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, അവസര സമത്വം, സാമൂഹിക അവകാശങ്ങൾ എന്നിവയെല്ലാം എല്ലാവർക്കും തുല്യമായി അനുവദിക്കണം. എന്നാൽ തുല്യ അവകാശങ്ങളെ കൂടാതെ തുല്യരോട് തുല്യ പരിഗണന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങളെ വിലയിരുത്തേണ്ടത് അവരുടെ തൊഴിലിൻ്റെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ജാതിമത വർഗ ലിംഗ വ്യത്യാസങ്ങളുടെ പേരിലായിരിക്കരുതെന്നുമാണ്. അതായത് ഒരേ ജോലി ചെയ്യുന്ന രണ്ട് പേർക്ക് ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഒരേ പ്രതിഫലം നൽകണം. ദ റിപ്പബ്ലിക് എഴുതിയത് പ്ലാറ്റോ.